ഹായ് ഗായ്സ്, ഗലിബ്രോന്നോട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 7 8th വീക്ക് എവിഷനിലേക്കുള്ള വാശിയേറിയ വോട്ടിംഗ് പോരാട്ടമാണ് ഹോട്ട്സ്റ്റാറിൽ ഇപ്പോൾ നടക്കുന്നത്. നമ്മളിന്ന് ബുധനാഴ്ച രാത്രി 7 മണി വരെയുള്ള ഒരു അൺഒഫീഷ്യൽ വോട്ടിംഗ് സ്റ്റാറ്റസ് ആണ് നോക്കാൻ പോകുന്നത്. നമ്മുടെ മുമ്പിലുള്ളത് 11 മത്സരാർത്ഥികളാണ്. ഈ 11 മത്സരാർത്ഥികളിൽ നിന്ന് 2 മത്സരാർത്ഥികളാകും ഇത്തവണ പുറത്തു പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വോട്ടിംഗ് മാക്സിമം വിനിയോഗിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികൾക്ക് വേണ്ടി നിങ്ങൾ ഹോട്ട്സ്റ്റാർ കയറി തന്നെ വോട്ട് ചെയ്യുക. അതോടൊപ്പം മണിക്കൂറിൽ കൃത്യമായ വോട്ടിംഗ് വിവരങ്ങൾ ബിഗ് ബോസ് സംബന്ധമായിട്ടുള്ള എല്ലാ ന്യൂസും അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സന്ദർശിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതോടൊപ്പം നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥി ആരാണെന്ന് കൂടെ വീഡിയോയുടെ ഇടയിൽ കമൻറ്റ് അടയാളപ്പെടുത്തുക. ഇന്ന് 7 മണി വരെയുള്ള വോട്ടിംഗ് ലിസ്റ്റിൽ 1ാം പൊസിഷൻ അത് അനീഷ് തന്നെയാണ്. തുടർന്ന് അനീഷിൻ്റെ പൊസിഷന് യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. വോട്ടിങ്ങിൻ്റെ തുടക്കം മുതലേക്ക് ഇതുവരേക്കും നല്ല രീതിയിലൊരു മുന്നേറ്റം നടത്തുന്ന ഒരു മത്സരാർത്ഥിയായി മാറിയിരിക്കുകയാണ് അനീഷ്. 34,500 എന്ന കൂറ്റൻ വോട്ട് നേടി 1ാം പൊസിഷനിൽ തന്നെ തുടരുകയാണ്. 2ാം പൊസിഷനിൽ ഷാനവാസ് ആണ് തുടരുന്നത്. ഷാനവാസ് തുടക്കം മുതലേ അനീഷിന്റെ പിന്നാലെ തന്നെയുണ്ട്. പക്ഷെ ഒരു ഘട്ടത്തിലും അനീഷിനെ എത്തിപ്പിടിക്കാൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ 24,203 വോട്ട് നേടി 2ാം പൊസിഷനാണുള്ളത്. 3ാം പൊസിഷനിൽ ആദില തന്നെ തുടരുന്ന കാഴ്ചയാണ് കണ്ടുവരുന്നത്. ആദില വമ്പിച്ചൊരു മുന്നേറ്റമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം ഷാനവാസുമായിട്ടുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. 19,200 വോട്ട് നേടി 3ാം പൊസിഷനിൽ തന്നെ തുടരുകയാണ്. 4ാം പൊസിഷനിൽ അട്ടിമറി മുന്നേറ്റം നടത്തി അക്ബർ ഖാൻ കയറി വന്നിരിക്കുകയാണ്. ഇതാദ്യമായിട്ടാണ് അക്ബർ വേദലക്ഷ്മിയെ അട്ടിമറിച്ചുകൊണ്ട് 4ാം പൊസിഷനിൽ കയറി വന്നിരിക്കുന്നത്. 17,980 വോട്ടിന്റെ ബലത്തിലാണ് 4ാം പൊസിഷനിൽ കീഴ്പ്പെടുത്തിയിരിക്കുന്നത്. 5ാം പൊസിഷനിലേക്ക് വേദലക്ഷ്മി തള്ളപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. ഇത്തവണ വേദലക്ഷ്മിക്ക് കഴിഞ്ഞ തവണത്തെ അത്രയും വോട്ടിംഗ് മുന്നേറ്റം കണ്ടുവരുന്നില്ല. എന്നിരുന്നാൽ കൂടെ ഇപ്പോൾ 5ാം പൊസിഷനിലാണ്. 17,690 വോട്ട് നേടി 5ാം പൊസിഷനിൽ തന്നെ തുടരുകയാണ്. 6ാം പൊസിഷനിൽ ജിസേൽ വീണ്ടും കയറി വന്നിരിക്കുകയാണ്. നേരത്തെ 7ാം പൊസിഷനിൽ പോയിരുന്ന ഒരു മത്സരാർത്ഥിയായിരുന്നു. എന്നാൽ ഇപ്പോൾ വീണ്ടും തിരിച്ചു കയറി വന്നിട്ടുണ്ട്. 17,201 വോട്ട് നേടി 6ാം പൊസിഷനാണുള്ളത്. 7ാം പൊസിഷനിലേക്ക് ജിഷിൻ തള്ളപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. ജിഷിൻ തുടക്കത്തിലുള്ള ഒരു വോട്ടിംഗ് പ്രകടനം ഇപ്പോൾ കണ്ടുവരുന്നില്ല. അതുകൊണ്ട് തന്നെ തന്റെ പൊസിഷൻ നഷ്ടപ്പെട്ട 7ാം പൊസിഷനിലേക്ക് വന്നിരിക്കുകയാണ്. 16,708 വോട്ടാണ് നേടിയിരിക്കുന്നത്. 8ാം പൊസിഷൻ അട്ടിമറി മുന്നേറ്റം നടത്തി നമ്മുടെ ബിന്നി സെബാസ്റ്റ്യൻ കയറി വന്നിരിക്കുകയാണ്. ആര്യൻ ഖത്തറിയെ അട്ടിമറിച്ചുകൊണ്ടാണ് ബിന്നി സെബാസ്റ്റ്യൻ 8ാം പൊസിഷനിലേക്ക് കയറി വന്നിരിക്കുന്നത്. ഇപ്പോൾ 16,500 വോട്ടോട് കൂടി 8ാം പൊസിഷനാണുള്ളത്. 9ാം പൊസിഷനിൽ ആര്യൻ ഖത്തൂറിയാണ് ഉള്ളത്. ആര്യന് ഇപ്പോൾ നല്ല രീതിയിലുള്ളൊരു വോട്ടിംഗ് ഇടിവ് കണ്ടുവരുന്നുണ്ട്. 16,233 വോട്ട് നേടിയാണ് 9ാം പൊസിഷൻ നിലനിർത്തിയിരിക്കുന്നത്. 10ാം പൊസിഷനിൽ അഭിലാഷ് തന്നെയാണ് തുടർന്ന് കാഴ്ചയാണ് കണ്ടുവരുന്നത്. അഭിലാഷ് നേരത്തെ ഒരു മുന്നേറ്റം നടത്തി ലാസ്റ്റ് പൊസിഷനിൽ നിന്ന് മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആ പൊസിഷനിൽ തന്നെ തുടരുകയാണ്. 15,231 വോട്ട് നേടി ഡേഞ്ചർ സോണിൽ തന്നെ തുടരുന്ന കാഴ്ചയാണ് കണ്ടുവരുന്നത്. 11ാം പൊസിഷനിൽ നമ്മുടെ സാബുമാൻ തന്നെയാണ് തുടരുന്നത്. ഇത്തവണ പുറത്തു പോകുമെന്ന് ഉറപ്പിച്ച് പറയാവുന്ന ഒരു മത്സരാർത്ഥിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് സാബുമാൻ. 15,112 വോട്ട് നേടി 11ാം പൊസിഷനിൽ തന്നെ തുടരുകയാണ്.